പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരെല്ലാം ഇന്ത്യൻസിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. ഒരു വിദേശത്തേക്ക് കൊള്ളയടിച്ചു കൊണ്ടുവന്ന് കണ്ടില്ലേ? അതത്ര എളുപ്പമല്ല. അവൻ രക്ഷിക്കാൻ വരുമോ? തീർച്ചയായും വന്നിരിക്കും. എന്നിട്ട് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അതായത് മലയാളത്തിന് സൂപ്പർ ഹീറോസ് ആയിട്ട് നീലി മിന്നൽ മുരളിയുണ്ട്, തമിഴിന് സൂപ്പർ ഹീറോസ് ആയിട്ട് മാവീരനും ഹീറോ ഉണ്ട്, ബോളിവുഡിന് സൂപ്പർ ഹീറോ ആയിട്ട് ക്രിഷ് ഉണ്ട്. ബട്ട് തെലുങ്കിന് സൂപ്പർ ഹീറോ ആയിട്ടുള്ളത് ഇങ്ങേരാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പറക്കുന്നതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സൂപ്പർ പവറാണ്. അതുകൊണ്ട് തന്നെ വേറൊരു സൂപ്പർ പവറോട് അണ്ണനുണ്ട് അത്രേ, മൃഗങ്ങളെ പറഞ്ഞു മനസ്സിലാക്കൽ. എന്താ ഇങ്ങനെ അങ്ങനെ പിന്നെ അതിനുശേഷം ഇവരുടെ ഭാഷയിൽ ഇവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. വയറ് കേടാക്കണ്ടെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞത് ശരിയാ വീരാന്ന് പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തായാലും നന്നായി. അങ്ങനെ ഈ ജംഗിൾ ബുക്ക് സൂപ്പർ പവറിന് ശേഷം പുള്ളിയുടെ അടുത്ത സൂപ്പർ പവറാണ് അതായത് ഞാൻ പറഞ്ഞു വന്നത് പുള്ളിയുടെ അടുത്ത സൂപ്പർ പവറാണ് റിസ്. അതെ, നേരത്തെ കണ്ടത് റിസ് ആയിരുന്നു. ബൈ ദ വേ നാണമൊന്നുമല്ല. എന്താ നിങ്ങൾക്ക് പുള്ളിയുടെ റിസി സംശയം വല്ലതും ഉണ്ടാ? എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇവിടെ ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും അദ്ദേഹത്തിന് മാത്രം നല്ല പൗരുഷമാണ്. അങ്ങനെ ഇത്രയും പൗരുഷൊക്കെ ഉള്ള ഒരു അമ്മാവനെ കണ്ട പെണ്ണുങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്യും? അതെ, നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റാണ്. ഇവരൊക്കെ കൂടെ ഒരു പാട്ടങ്ങ് പാടും. കുറുമ്പ് നോട്ടം നോക്കാതിരിക്കോ? കാട്ടിലെ പാവം മൃഗങ്ങളെ വരെ വെറുതെ വിടാതവനാ. 50 വയസ്സാണ് ഇയാളുടെ തുടിക്കുന്ന പ്രായം. ഒന്ന് പോടേ. എന്ത് ഷേ, ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയുന്നത്? എന്നെ വിവാഹം ചെയ്യോ? എന്നെ ചെയ്യോ? എന്റെ പ്രിയതമേ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ ഇതിനൊക്കെ ശേഷം പുള്ളി നേരെ ഈ പ്രിയതമയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. ബൈ ദ വേ, നിങ്ങൾ ഒരാളെ പ്രപ്പോസ് ചെയ്ത് നോ കേട്ടിട്ട് എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിരുന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്ര സങ്കടപ്പെടണ്ട. കാരണം നോ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടാവാൻ നിങ്ങളാരാ? എല്ലാവരും ഇങ്ങനെയൊക്കെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യോ? ആദ്യം തന്നെ പോയിട്ട് എന്നെ ഇഷ്ടമായോ എന്നൊക്കെ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പക്ഷെ നമ്മുടെ ബായി പൗരുഷത്തിന്റെ ഒക്കെ പ്രതീകമാണ്. ഇത്ര അപമാനമൊക്കെ സഹിച്ചിട്ട് നമ്മുടെ ബായിയുടെ നിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ പൊക്കോളാം. ബായി എന്താ ഇത്? ഇഷ്ടമല്ല. ഓ, ഡബിൾ വെക്കോ? ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ട് ഇനി ബായിയുടെ നിക്കില്ല. ബായി ഇനി ഇരിക്കും. എന്നാ പിന്നെ ഞാനോട് ഇരിക്കാം. എല്ലാവരും വരട്ടെ. അയ്യോ, ഞാൻ കാല് പിടിക്കാൻ ഒന്ന് പുറത്തു ഓ, ആദ്യമായിട്ടാണ് ഒരാൾ കാല് പിടിച്ചിട്ടൊക്കെ ഇഷ്ടമല്ല എന്ന് പറയുന്നതാണെന്ന്. ഇത് വല്ലാതെ റിസ് എന്നടേ. അങ്ങനെ എന്തായാലും അവസാനം ഇങ്ങനെ കരഞ്ഞ് നായികയെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിക്കും. ആൻഡ് നായികയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് വേറെ ആരുമില്ല. ആഹാ, അതെന്ത് പറ്റി? ഞാനൊരു അനാഥയാണ്. അങ്ങനെ ഇവര് റിലേഷനിലായിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നായിക ഇവനെ നോക്കി വിടും. ഞാൻ ചുവട് കറങ്ങി മറിഞ്ഞ പരിസരം ഇഷ്ടം ഞാൻ ജനിച്ച മരിച്ച പലവട്ടം. സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. എന്തായാലും ഇതിന്റെ സങ്കടത്തിൽ വൈകുന്നേരം പോയിട്ട് ഒരു മിഷൻ അങ്ങ് ഏറ്റെടുക്കും. കോഹിന്നൂർ തിരികെ എത്തിക്കാൻ പോകുമ്പോൾ ആലങ്കീറിന്റെ കയ്യിൽപ്പെട്ടാൽ മരണം ഉറപ്പാ. കോഹിന്നൂർ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഞങ്ങളാകും നിന്നെ വധിക്കുക. അങ്ങനെ എന്തായാലും ഇവര് ടീമായിട്ട് മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ബായിക്ക് നേരത്തെ കിട്ടിയ തേപ്പിലെ ഫ്രസ്ട്രേഷൻ മൊത്തം ബായി മിഷനിലുള്ള ആൾക്കാരോടങ്ങ് തീർക്കും. അതായത് ഇവരെയൊക്കെ ചൊറിഞ്ഞ് ഇല്ലാണ്ടാക്കും. എന്താ ഗുൽഫാം, ഇതൊക്കെ ശരിക്കും വേവിച്ചൂടെ? എന്താണ് ഗുൽഫാം, എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അങ്ങനെ ചൊറിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ ഒരാൾക്ക് മടുക്കുമല്ലോ. പക്ഷെ ഇങ്ങേർക്കാണെങ്കിൽ മടുക്കത്തുമില്ല. അതായത് ഫോർ എക്സാമ്പിൾ മുടിയൊന്നും ഇല്ലാതെ മൊട്ടയായിട്ടിരിക്കുന്ന ഒരു പാവ ആളെടുത്ത് പോയിട്ട് പറയും, ഇലയില്ലാത്ത മൊട്ടക്കാട് അതിലുമേയും മുത്തനാട്.
അങ്ങനെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും പുള്ളി ഒരു സാധാരണ മനുഷ്യനല്ല, സംതിങ് സ്പെഷ്യൽ ആണെന്ന്. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ചൊറിച്ചിൽ കിട്ടിയിട്ടൊന്നുമല്ല, അപ്പോഴേ മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ പുള്ളി ഒരു പവൻ കല്യാൺ സർട്ടിഫൈഡ് മഴ പെയ്ക്കും. അപ്പോഴാണ് ഇവന്മാർക്കൊക്കെ മനസ്സിലാകുന്നത് പുള്ളി ഒരു സാധാരണ മനുഷ്യനല്ല എന്ന്. ഓ, ഇങ്ങനെയൊക്കെയാണ് ശരിക്കുള്ള മഴയെങ്കിൽ പൊളിച്ചേനെ. അങ്ങനെ ആ സത്യം അറിയാൻ വേണ്ടി ഇവരൊക്കെ കൂടെ ചോദിക്കും, എന്റെ പേര് ജോസഫ് കുറുവില. ചീ പറയടാ. പട്ടി കഴിവറുടെ മോനെ. ഇതാരുടെ കുഞ്ഞാണോ എന്തോ നമ്മളെ തേടി വന്ന പോലെ ഉണ്ടല്ലേ. ശ്രീകൃഷ്ണ പരുന്ത് ഈ കുഞ്ഞിന് കാവലായി വന്നിരിക്കുന്നു. ഛേ, തിന്നാനുള്ള സാധനമൊന്നും അല്ലേ പുല്ല്. ഇനിയുള്ള കാലം അത്രയും ജനങ്ങൾ ഇവന് കരുത്തേകും. സത്യം സംരക്ഷിക്കുന്നത് ഇവന്റെ കർത്തവ്യമായി തീരും. ഡേ എന്തൊക്കെയാണ് ഒരു പാവം കൊച്ചു ചേർക്കന്റെ തലയിൽ ഇട്ടു കൊടുക്കുന്നത്? എന്നുവച്ചാ രാജാവാകൂ ഇവൻ. ആ ചോദിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വേണ്ടത്. അവൻ അതിനും മുകളിൽ ഒരു സൈനികനാകും. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനനായകനായി മാറും. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. കൊന്നുകളഞ്ഞോ അയ്യോ ഊഹിക്കുന്നുടാ പട്ടി. അങ്ങനെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ സിനിമയിലെ മെയിൻ വില്ലനായിട്ടുള്ള ബോബി ഡിയോൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ബോബി ഡിയോളിന്റെ അടുത്ത് ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പവൻ കല്യാണി മിഷനിൽ തന്നെ ചേർന്നത്. ആൻഡ് ഈ സിനിമയിൽ ബോബി ഡിയോളിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ തല ബോബി ഡിയോളും മറുഭാഗത്ത് നമ്മുടെ സൂപ്പർ ഹീറോ പവൻ കല്യാണം. ആൻഡ് ഇവർ തമ്മിലൊരു ഫൈറ്റ് തുടങ്ങാൻ പോകുമ്പോഴേക്ക് പടം അങ്ങ് തീരും. അങ്ങനെ പാർട്ട് 2 പവൻ കല്യാണിന്റെ സൂപ്പർ പവേഴ്സ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ആൻഡ് ഇനി അടുത്ത മാസം വല്ലതും കാണാം എപ്പോഴത്തെ പോലെ.